ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ അതില് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഗ്രാമറിന്റെ ഭാഗവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ ഇന്നത്തെ കഥയിലും നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് ഗ്രാമറിന്റെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല പല വാക്കുകൾ നമ്മൾ പറഞ്ഞു നോക്കുന്നുണ്ട്. നമ്മൾ ഈ കഥയിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഈ കഥയിലൂടെ നമുക്ക് നോക്കാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഇവിടെ ഈ നമ്മൾ പറയാൻ പോകുന്ന കഥ ഒരു എലഫന്റിന്റെയും അതേപോലെ തന്നെ കുറെ മൃഗങ്ങൾ അവിടെ ആ ഒരു കാട്ടിലുണ്ടായിട്ടുള്ള കുറെ മൃഗങ്ങളുടെ ഒരു കഥയാണ്. ഇൻ എ ഫോറസ്റ്റ് there lived an elephant. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു AEIOU ഇത്രയും വാക്കുകളുടെ മുന്നിൽ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, എ അല്ല ഉപയോഗിക്കുക, എന്താ ഉപയോഗിക്കുക? ആൻ. ഇത് ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് തുടങ്ങുന്ന വാക്കുകൾ, സോറി, ഈ ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് തുടങ്ങുന്ന വാക്കുകളുടെ മുന്നിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ആൻ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഒരു ഫോറസ്റ്റില് എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു എലഫന്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഡിഡ്ന്റ് ഹാവ് എനി ഫ്രണ്ട്സ്. അവന് എന്തുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്? അവന് ഒരു കൂട്ടുകാരികളൊന്നും ഉണ്ടായിരുന്നില്ല. അവന് കൂട്ടുകാരേ ഉണ്ടായിരുന്നില്ല. One day he saw a frog and he asked. അപ്പൊ ഒരു ദിവസം അവനൊരു ഫ്രോഗിനെ കണ്ടു. ഫ്രോഗിനെ കണ്ടപ്പോൾ അവൻ എന്താ ചോദിച്ചത്? അവൻ ഒരു കാര്യം ചോദിച്ചു. Will you be my friend? Will you be my friend? നീ എൻ്റെ ഫ്രണ്ട് ആകുമോ? നമ്മള് ഒരു കാര്യം, അതായത് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ആകാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും വിൽ ഉപയോഗിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, വിൽ യു ബി മൈ ഫ്രണ്ട്? നീ എൻ്റെ ഫ്രണ്ട് ആകുമോ? അപ്പോ നമുക്ക് ഇതേപോലെ തന്നെ വേറെ പല രീതിയിലും ചോദിക്കാം. നീ ഒരു നല്ല സ്റ്റുഡന്റ് ആകുമോ? എങ്ങനെ നമുക്ക് ചോദിക്കാം? വിൽ യു ബി എ ഗുഡ് സ്റ്റുഡന്റ്? നീ ഒരു ഡോക്ടർ ആകുമോ? നമുക്ക് എങ്ങനെ ചോദിക്കുക? വിൽ യു ബി എ ഡോക്ടർ? നീ ഒരു പൈലറ്റ് ആകുമോ? എങ്ങനെ ചോദിക്കും? യെസ്, വിൽ യു ബി എ പൈലറ്റ്? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആകുമോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാവുന്നതാണ്? വില്ല് ഉപയോഗിക്കാവുന്നതാണ്. ഈ വില്ലിന്റെ കൂടെ നമുക്ക് ഏത് സബ്ജക്റ്റ് ഉപയോഗിക്കാം കേട്ടോ. അതായത് ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരു പേര്, ദേ, വി, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അവിടെ ഒരു റിസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് എന്തും അവിടെ ഉപയോഗിച്ച് ആകുമോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമോ എന്നുള്ളത് നമുക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഫ്രോഗിനെ കണ്ടപ്പോ എന്താ ചോദിച്ചത്? വിൽ യു ബി മൈ ഫ്രണ്ട്? നീ എൻ്റെ ഫ്രണ്ട് ആകുമോ? The frog told, No, you're so big and I'm so small. അപ്പൊ എന്താണ് നമ്മുടെ ഫ്രോഗ് പറഞ്ഞത്? നീ എങ്ങനെയാണ്? നീ ഭയങ്കര വലുതാണ്. ഞാനാണോ? ഞാനാണെങ്കിൽ ഭയങ്കര ചെറുതാണ്. So I cannot be your friend. അതുകൊണ്ട് എനിക്ക് നിന്റെ ഫ്രണ്ട് ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. Again the elephant walked. അപ്പൊ നമ്മുടെ എലഫന്റ് എന്ത് ചെയ്തു? പിന്നെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അവൻ ആരെയാണ് കണ്ടത്? He saw a rabbit. അവൻ ഒരു റാബിറ്റിനെ കണ്ടു. അപ്പൊ നമ്മുടെ എലഫന്റ് ചോദിച്ചു, റാബിറ്റ്, വിൽ യു ബി മൈ ഫ്രണ്ട്? അപ്പൊ നമ്മുടെ എലഫന്റ് എന്താണ് ചോദിച്ചത്? റാബിറ്റ്, നീ എൻ്റെ ഫ്രണ്ട് ആകുമോ? അപ്പൊ നമ്മുടെ റാബിറ്റ് എന്ത് പറഞ്ഞു? നോ, ഐ കാൻ ബി യുവർ ഫ്രണ്ട് ബിക്കോസ് യു കനോട്ട് ലീപ്. അപ്പൊ എന്താ പറഞ്ഞത്? എന്നെ പോലെ അല്ലെങ്കിൽ ചാടാനായിട്ട് പറ്റില്ല, ലീപ്പ് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഇങ്ങനെ ചാടാനായിട്ട് പറ്റില്ല. നമ്മുടെ റാബിറ്റിനെ കണ്ടിട്ടുണ്ട് അല്ലെ? പതുക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, നിനക്ക് ചാടാനായിട്ട് പറ്റില്ല. സോ ഐ കനോട്ട് ബി യുവർ ഫ്രണ്ട്. ഇപ്പൊ നമുക്ക് ജമ്പിന് പകരം തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു വേർഡാണ് ഇങ്ങനെ ലീപ്പ്. ലീപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി പോവാ കേട്ടോ. സോ എനിക്ക് നിന്റെ ഫ്രണ്ട് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. Again the elephant walked. He saw a bird. ഒരു ബേർഡിനെ കണ്ടു. അപ്പോ നമ്മുടെ എലിഫന്റ് പിന്നെയും ചോദിച്ചു, വിൽ യു ബി മൈ ഫ്രണ്ട്? നീ എന്റെ ഫ്രണ്ട് ആകുമോ? അപ്പൊ നമ്മുടെ ബേർഡ് എന്ത് പറഞ്ഞു? നോ, ഐ കാൻ ബി യുവർ ഫ്രണ്ട് ബിക്കോസ് യു കനോട്ട് ഫ്ലൈ. എനിക്ക് നിന്റെ ഫ്രണ്ട് ആവാൻ പറ്റില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പറക്കാനായിട്ട് സാധിക്കില്ല. The elephant became very sad. നമ്മുടെ എലിഫന്റിന് എന്ത് പറ്റി? ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. Suddenly he saw all the animals running. അപ്പൊ പെട്ടെന്ന് ഇവൻ എന്താ കണ്ടത്? എല്ലാ ആനിമൽസും ഇങ്ങനെ ഓടുന്നതായിട്ട് കണ്ടു. He asked, what happened? Why are you running? ചോദിച്ചു, എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? അപ്പോ നമ്മുടെ റാബിറ്റ് പറഞ്ഞു, the rabbit told,
a lion is coming and he is eating all the animals. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു ലയൺ വരുന്നുണ്ട്, അവൻ എന്താ ചെയ്യുന്നത്? എല്ലാ ആനിമൽസിനെയും അവൻ തിന്നെയാണെന്ന് പറഞ്ഞു. ദി എലഫന്റ് സോ ദി ലയൺ. അപ്പൊ നമ്മുടെ ലയണിനെ നമ്മുടെ എലഫന്റ് കണ്ടു. Then the elephant told, please don't eat these animals, please go back. അപ്പൊ നമ്മുടെ എലഫന്റ് എന്താ പറഞ്ഞത്? ദയവ് ചെയ്ത് ഒന്ന് പോകുമോ, ഇവരെ തിന്നല്ലേ എന്ന് പറഞ്ഞു. But the lion didn't hear. അപ്പൊ നമ്മുടെ ലയൺ എന്ത് ചെയ്തില്ല? അത് കേട്ടില്ല. Suddenly the elephant gave a big kick. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ എലഫന്റ് നമ്മുടെ ലയനെ നോക്കിയിട്ട് ഒറ്റ കിക്ക് വെച്ചു കൊടുത്തു. ഈ കാല് വെച്ചിട്ടാണ് നമ്മൾ കിക്ക് ചെയ്യുക. ഫുട്ബോളൊക്കെ കിക്ക് ചെയ്യാന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്, അതുപോലെ തന്നെ നമ്മുടെ എലഫന്റ് ഒറ്റ കിക്ക് വെച്ചു കൊടുത്തു, ഒറ്റ ഇടി വെച്ചു കൊടുത്തു. ഹിറ്റ് അല്ല കേട്ടോ. ഹിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടിക്കുക എന്നുള്ളതാണ്. ഇത് കിക്കിംഗ് ആണ്, കാലുകൊണ്ട് ഇങ്ങനെ തട്ടുക. ആൻഡ് ദ ലയൺ ഗോട്ട് അഫ്രൈഡ്. അപ്പൊ നമ്മുടെ ലയണ് പേടിയായി. ആൻഡ് ഹി വെന്റ് ബാക്ക്. അപ്പൊ നമ്മുടെ ലയൺ എന്ത് ചെയ്തു? അത് തിരിച്ചു പോയി. Then all the animals became very happy and they asked the elephant. എല്ലാ ആനിമൽസിനും ഭയങ്കര സന്തോഷമായി. അവര് എലഫന്റിനോട് ചോദിച്ചു, will you be our friend? എന്താ ചോദിച്ചത്? നീ ഞങ്ങളുടെ ഫ്രണ്ട് ആകുമോ? കാരണം ആനിമൽസിന് മനസ്സിലായി ഈ എലഫന്റ് നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ എലഫന്റിനോട് ചോദിച്ചു, വിൽ യു ബി അവർ ഫ്രണ്ട്സ്? ഞങ്ങളുടെ, അവർ എന്ന് പറയുന്നത് നമ്മളുടെ, ഓക്കെ, ഞങ്ങളുടെ ഫ്രണ്ട്സ് ആകുമോ എന്ന് ചോദിച്ചു. ദി എലഫന്റ് became very happy and became their friend. അങ്ങനെ നമ്മുടെ എലഫന്റ് ഭയങ്കര സന്തോഷമായി, അവരുടെ ഫ്രണ്ട് ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കഥയിലൂടെ കേട്ട കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തൊന്ന് കേട്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കാവുന്നതാണ്. എപ്പോഴും ഓർമ്മ വെക്കുക, നല്ല ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും ചോദിക്കാനായിട്ട് പറ്റണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഒരു തെറ്റ് കൂടാതെ നമുക്ക് നന്നായിട്ട് ചോദിക്കാൻ പറ്റണം. ആ സമയത്താണ് നമ്മൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നത്.